ഗായ്സ്, അപ്പോൾ നമുക്കിവിടെ ഒരു ഫെയറി ഹൗസ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് എണ്ണ ഞാൻ ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഞാൻ പെട്ടെന്ന് തേച്ച് കൊടുത്തത് കേട്ടോ. അത് കാര്യമൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ നാരുകൾ കുറച്ചൊക്കെ വലിച്ചിറക്കി എടുക്കാൻ നോക്കുക. കുറച്ചെണ്ണീട്ടി ബ്രഷിൽ കൂടി ചെന്ന് നന്നാവും എനക്ക് തോന്നി. പിന്നെ കുറച്ച് ടിഷ്യൂ എടുക്കാം. പനിയാണ് അത് കഴിയാക്കാം. അപ്പം ഇങ്ങനൊരു ഇതാണ് വേണ്ടത്. ഇതുപോലെ ഇതെടുത്തിട്ട് നമുക്ക് ഇതിനൊരു പെയിൻറ്റ് ചുടുക്കാൻ ഞാൻ ഇത് എടുത്തിട്ട് വേണം. ഇതിവിടെ ടേബിളിലാണ്, അതേ ഇവിടെ തന്നെ ഉണ്ട്. ഇത് മൊത്തം പിങ്ക് കളറാട്ടോ. നാല് കളേഴ്സേ വന്നില്ലല്ലോ, അതേ അഞ്ചാമത്തെ ഇരിക്കും. ഞാനോർത്തു ലൈറ്റ് കളറൊക്കെ ഇടിവെട്ട് കളറൊക്കെ നിർത്തി. വയസ്സ് ഇടിവെട്ട് കളറൊന്നും വേണ്ട, എനിക്കിഷ്ടം ലൈറ്റ് സിമ്പിൾ കളറാണ്. ഇടിവെട്ട് കളറൊന്നും അടിച്ചൊരു ഭംഗി ഉണ്ടായില്ലേ, എനിക്കിഷ്ടം ലൈറ്റ് അടിപൊളി ലൈറ്റ് കളർ. അപ്പം ഞാൻ ഒരു കളർ എടുത്തിട്ടുണ്ട്. എൻ്റെ കളറിൻ്റെ പേരൊക്കെ അറിയില്ല കേട്ടോ, ഞാൻ അടിച്ചു കൊടുക്കുക അത്രയുള്ളൂ. ഇതാണ് കളറ്. ശരിക്കും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ കളറ്. ഞാൻ അടിച്ചു കൊടുക്കാം ഗൈസ്. അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം അധികം വേണ്ട. അല്ലെങ്കിലും വേണ്ട സാധാ പെയിൻറ്റിന് നല്ല ആവശ്യം. പിന്നെ അക്രിലിക് പെയിൻറ്റിന് അത്ര ആവശ്യം വേണ്ട വെള്ളത്തിൻ്റെ. പിന്നെ ഭയങ്കര കട്ടിയായിരുന്നു ഇച്ചിരി അത്രയുള്ളൂ. കളർ തീരുന്നതുകൊണ്ടൊക്കെയാണ് ചിരട്ട മൊത്തം അടിച്ചിരുമ്പോഴത്തേക്കും. ഇത്രയും ഞാൻ കളർ അടിച്ചിട്ടുണ്ട്. നല്ല കളറായിട്ട് ഭയങ്കര ഇഷ്ടമായി. കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇത്രയും സ്ഥലത്ത് ഈ ഒരു കളറ് അടിക്കാം. അടുത്ത് ഞാൻ എടുക്കണ ഈ ഒരു കളറാണ്, എനിക്കിഷ്ടപ്പെട്ട കളറാണ്. ലൈറ്റ് കളേഴ്സ് ഞാൻ ഉപയോഗിക്കണുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാട്ടോ. ഞാൻ വാങ്ങിക്കണമല്ല. പുറകിൽ ഞാനൊരു പിങ്ക് ലൈറ്റ് പിങ്ക്
ഷീറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. കളർ ഇതാട്ടോ. ഫൈനലൊക്കെ കാണാൻ എനിക്ക് കൊതിയാവുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു 2 കളർ വെച്ച് ഞാൻ മുഴുവൻ ചെയ്തെടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് ഓയിൽ ഇതിൻ്റെ കൂടെ ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത്രയും പെയിൻറ് തന്നെ മതി. യാവ് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ ഇത്രയും പെയിൻറ് മതിയാവും നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ അടിക്കാം. ഞാൻ പെയിൻറ്റേ എടുക്കണില്ല കണ്ടോ. പൊങ്കാല എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഓണത്തിന് ഞങ്ങൾ പൊങ്കാലിടാറുണ്ട്. നിങ്ങൾ പൊങ്കാലിടാറുണ്ടോ? ഓണത്തിനല്ലേ ഞങ്ങൾ പൊങ്കാലിടാറുണ്ട്. ഓണം വരുമ്പോൾ നമ്മൾ പൊങ്കാലി ഇടില്ല. പക്ഷേ വരാത്തപ്പോൾ നമ്മൾ പൊങ്കാലി ഇടും. നല്ല രസമായിരിക്കും. ഞങ്ങളൊക്കെ പൊങ്കാല ഇടാൻ എനിക്ക് ഭയങ്കര ഇതാണ്. എൻ്റെ അമ്മ ഇടാൻ. പക്ഷെ നമുക്കൊന്നും പൊങ്കാല ഇടാൻ പറ്റില്ല. എളുപ്പം തന്നെ പൊങ്കാല പറ്റി സംസാരിച്ചിട്ട് എല്ലാം കേൾക്കുന്നുണ്ടേ ഗൈസ്. നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്. TV ആണോ മഴയാണോ? ശബ്ദം മഴയുടെ ആണോ TVയുടെ ആണോ എന്ന് പറയാൻ പറ്റും. മഴ പെയ്യാതുകൊണ്ടിരിക്കുക. നല്ല മഴയാട്ടോ. പേര് മഴ കുറേ ദിവസമായിട്ട് ജൂലൈ മാസം നമ്മുടെ ഈ മാസം ജൂൺ മാസം തുടങ്ങിയ പിന്നെ കുറച്ച് മഴ ഉണ്ടായിരുന്നു. ഇപ്പം ജൂലൈ ഇല്ലേ, നല്ല മഴയുണ്ട്. അച്ഛനുള്ള രസമുണ്ട്. അങ്ങനെ പെയിൻ്റ് അടി ഇവിടെ വൃത്തിയായി ഗൈസ്. നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. ഇനി എന്താ ചില്ല എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും തട്ടിക്കൊട്ടിയാം. നിങ്ങളൊന്ന് വരയ്ക്കും ഗൈസ്. ക്രിസ്റ്റി കൊടുത്തിട്ട് വരാം. പോണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ഒരുക്കാം. ഡിസൈൻ നമ്മൾ മറന്നുപോയി. കുറേ പണികൾ ഉണ്ടിട്ടേനി. അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഐഡിയുണ്ട്. ഞാനൊരു കാർഡ്ബോർഡ് കീറിക്കൊണ്ട് വരത്തതുകൊണ്ട് കുറച്ചൊരു എടുക്കും സമയം. ഞാനിവിടെ തന്നെ ഉണ്ട്, പോവല്ല. അപ്പം ഇവിടുത്തെ ഉണ്ട് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. കാർഡ്ബോർഡ് പീസ് എന്തെങ്കിലും കിട്ടിയില്ല. അപ്പോൾ മാസ്കിങ് ടേപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിക്ചറായിട്ടുണ്ട് അതെല്ലാം മാസ്കിങ് ടേപ്പ്. അതാണ് നമ്മുടെ ഇന്നത്തെ. ഇനി മാസ്കിങ് ടേപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ. മാസ്കിങ് ടേപ്പ് ഇത്ര ഇങ്ങനെയൊക്കെ ഇത് ഓരോന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാസ്കിങ് ടേപ്പ്
വേണമെന്നില്ലൊരു കാർഡ്ബോർഡ് പീസ് അത്ര മതി. എനിക്കിപ്പോൾ കാർഡ് പീസ് വെട്ടാൻ മടിയായി, ഭയങ്കര പാടോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാർഡ്ബോർഡ് പീസൊക്കെ എടുക്കുക. ഈ ചെറിയ മടിയില്ല, ഇത് ഒരു ചെറിയ തിന്നില്ല. ഞാനൊരു കുറച്ച് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒട്ടിക്കണ്ടേന്നല്ലേ, അടിയിൽ പുതിയ ബുദ്ധി പോയി നടക്കുമെന്ന് എനിക്കറിയില്ല. ചെറിയ കഷ്ണം ഇപ്പോൾ നമുക്കിതെടുക്കാം. ഇപ്പോൾ ഗൈസ് ഈ മാസ്കിൻ്റെ ഇപ്പോൾ ഒട്ടിച്ച് ദൈവത്തിങ്ങനെ ഒട്ടിക്കാം. ഒന്നുമില്ല, നിങ്ങൾക്കത് കണ്ടിട്ട് എന്തായിട്ടാ തോന്നുന്നത് പറയേ. എല്ലാവർക്കും ബൈ ബൈ. ഇന്നത്തെ ഇത്ര ഉള്ളതാണ് ഫൈനൽ ലുക്ക്. Bye bye.